ഈ കളവിന്റെ പ്രശ്നം എന്താ പറയുക? ഒരു വട്ടം നമ്മെ വിശ്വസിക്കുന്നയാൾക്ക് നമ്മൾ പറഞ്ഞത് കളവാണെന്ന് ഒരു വട്ടം ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകളിലെല്ലാം ആ സംശയം നിഴലിക്കും. വാക്ക് ഭാര്യയോട് പറയാം, വാക്ക് ഇനി ഞാനത് കാണൂല, അവളുമായി ചാറ്റിംഗ് നടത്തൂല, വാക്ക് വാക്ക് എന്ന് എത്ര പറഞ്ഞാലും ആ വാക്ക് ഒരു ചാക്കിന്റെ സ്ഥാനത്ത് തന്നെ കിട്ടും. ഒരു വട്ടം അവൾക്ക് മനസ്സിലായി എന്റെ ഭർത്താവിനോട് കളവ് പറഞ്ഞിട്ടുണ്ട്, കളവിനാണ് പ്രശ്നം, കളവ് ഭയങ്കര പ്രശ്നം. അതാണ് ഇമാം ഷർവാനി തങ്ങൾ പറഞ്ഞത്, ജീവിതത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ തെറ്റാണ് കളവ്. കളവ് പറയരുത്, കളവ് ചെയ്യരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അഹങ്കാരികൾ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ സ്വർഗ്ഗം ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരും. ഞാനല്ലേ പറയാം, ഞാനല്ലേ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യേണ്ടത്? അല്ലേ? ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കണത് ഞാനല്ലേ? സ്വർഗത്തിന്റെ വട്ടം കണ്ടി ഞാനല്ലേ ആദ്യം പിടിക്കണത്? ഏത് ആവശ്യവും പെട്ടെന്ന് നിറവേറിക്കിട്ടും. ഈ സൂറത്ത് നിങ്ങൾ 7 തവണ ഓതാൻ തയ്യാറാണെങ്കിൽ ആവശ്യങ്ങളില്ലാത്ത ആരുമില്ല. പലർക്കും പല ആവശ്യങ്ങളാണ്. ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് പ്രയാസങ്ങൾ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം, സൂറത്ത് ദുഖാൻ. ഈ സൂറത്ത് നിങ്ങൾ 7 തവണ ദിവസവും ഓതാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഏത് ആവശ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി നൽകുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പിൽ ഒരു കാര്യം വെക്കുന്നത് നല്ലതാണ്. അപ്പോ ഈ ഒരു സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൂഹാനിയത്ത് പോലെയുള്ള പൈശാചികമായ വിഷയങ്ങൾ കൊണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ദിവസവും വിളിച്ച് ഈ റൂഹാനിയത്തിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറത്തായ സൂറത്തുൽ മുഅ്മിനൂൻ വുളുഓടുകൂടി കിടക്കുന്നതിന് മുമ്പായി ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക. ഖുർആൻ ഓതാൻ അറിവില്ലാത്തവർ അള്ളാഹുവിന്റെ അസ്മാഉകളിൽപ്പെട്ട യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഖബീർ യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്, യാ ളാറു യാ അല്ലാഹ്, യാ ദയ്യാനു യാ അല്ലാഹ്, ഈ ഇസ്മുകൾ ഓരോന്നും 71 പ്രാവശ്യം വുളുഓടുകൂടി കിടക്കുന്നതിന് മുമ്പായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് റൂഹാനിയത്ത് പോലെയുള്ള പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും മാറിക്കിട്ടും.